ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഡീപ്പ് ക്ലീനിങ്ങിന്റെ അടുത്ത പാർട്ടാണ്. ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് ഹാളിലാണ്. ആദ്യം തന്നെ ഇവിടുത്തെ വലയും പൊടിയും എല്ലാം നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റൂമിലാണ് ഏറ്റവും കൂടുതൽ പൊടിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വലയൊക്കെ നമ്മൾ എത്ര അടിച്ചിട്ടാലും ഒരു മാസം കഴിയുമ്പോഴേക്കും എന്തായാലും അവിടെ വീണ്ടും വല വന്നിട്ടുണ്ടാവും. ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങിൽ ഞാൻ ഡോറും എല്ലാം നല്ലോണം നോക്കി നന്നായിട്ട് വല അടിച്ചിട്ടുണ്ടായിരുന്നു. ഡോറിലെല്ലാം ആ ഡിസൈനിന്റെ ഇടയ്ക്കൊക്കെ വലയുണ്ടായിരുന്നു. ഇരിക്കുന്ന ചൂല ഏകദേശം ഒടിഞ്ഞു പോകാറായിട്ടുണ്ട്. മാക്സിമം നീട്ടാൻ പറ്റുന്ന അത്രയും ഞാൻ നീട്ടി വെച്ചിട്ടുണ്ട്. ഇത് എന്റെ ഹൈറ്റ് കുറവായതുകൊണ്ടാണോ അതോ ഇനി വീടിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഒരു സ്ഥലവും വിടാണ്ട് ഞാൻ എല്ലാം നല്ലോണം നോക്കിയൊക്കെ അടിക്കുന്നുണ്ട്. തലേന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഒരു പഴയ ബെഡ്ഷീറ്റ് എടുത്ത് മൊത്തം കവർ ചെയ്തിട്ടു. എന്നിട്ടാണ് ആ സൈഡിൽ ജനലൊക്കെ അടിച്ചു കൊടുത്തത്. എല്ലാ മാസവും വല അടിക്കുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ അടുത്ത തവണ വീണ്ടും അടിക്കുമ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ അടിച്ചിട്ടില്ലാത്ത പോലത്തെ വലയാണ്. അടുത്ത വലയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ മേളിലേക്ക് പോയി. ഇത് സ്റ്റെപ്പിന്റെ അവിടെയുള്ള അവിടെ അത്യാവശ്യം വലയൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടവും വലയടിച്ചതിന് ശേഷം ഞാൻ ചൂലെടുത്തിട്ട് വന്ന് ചൂല് വെച്ച് ഒന്നുകൂടെ നല്ലോണം വലയടിച്ചു കൊടുത്തു. ഹാള് മൊത്തത്തില് ഞാനൊന്ന് അടിച്ചു വാരിക്കുന്ന സമയത്ത് നമുക്ക് അടിച്ചു വരുന്നത് വലിയൊരു പണിയാണല്ലേ. ഈ വലയെല്ലാം നമ്മൾ അടിച്ചു വാരിയാലും വീണ്ടും തിരിച്ച് പറന്നു പോകുന്നുണ്ടാവും. ഒതുക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് തട്ടിക്കുടഞ്ഞ് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. സ്റ്റെപ്പും എല്ലാം നല്ലോണം അടിച്ചെടുത്തു. മേളിലെ സ്റ്റെപ്പിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വല ഇരിപ്പുണ്ടായിരുന്നു. എല്ലാ തവണയും അടിക്കുമ്പോൾ ഇതുപോലെ തന്നെ കാണും കേട്ടോ. പൊടി വല കിട്ടുന്ന സാധനങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. ഈ വല മാത്രമേ എപ്പോഴും കാണാറുള്ളൂ. വലയൊക്കെ അടിച്ച് നമ്മളെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ വീടൊന്ന് പുതിയതുപോലെ ആയിരിക്കും അല്ലേ. അടിയിൽ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്താണ് എപ്പോഴും ഇട്ടേക്കാറ്. ചെരുപ്പെല്ലാം പൊടി പിടിച്ച് കിടന്നത് കൊണ്ട് ഞാൻ അതിനെല്ലാം തട്ടിക്കുടഞ്ഞ് ആ കവറിനകത്താക്കിയിട്ട് അവിടെ തന്നെ എടുത്തങ്ങ് മാറ്റി വെച്ചു. എല്ലായിടവും നല്ലോണം അടിച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.